ഹായ് ഉള്ള അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഒരു നോമ്പുതുറ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും നോമ്പുതുറയും പിന്നെ ഫാമിലി ആയിട്ട് ഒത്തുകൂടലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 2 തരം സ്നാക്സിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്കിനി പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ഇടാനും ഒക്കെ ഒരു പ്രോത്സാഹനമാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ യെസ് എന്ന്, അല്ലെങ്കിൽ എല്ലാന്നെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഇത് നമ്മളവിടുത്തെ മോർണിംഗ് വ്യൂ ആണ്. അപ്പോൾ എനിക്ക് ഈ പാടവും തോടും പച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് വെറുതെ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് പോവാം. പിന്നെ ഇതിലുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ പേസ്റ്റ്. അപ്പോൾ നോമ്പുതുറ ആയതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം രാത്രി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഒരു ബില്ല് കൊടുക്കലായിരുന്നു. അപ്പോൾ ആ ബില്ല് കൊടുത്തിട്ട് അതിലത്തെ ചില സാധനങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ കിട്ടാത്ത സാധനത്തിന് പകരം എന്തെങ്കിലുമൊക്കെ വേറെ ആക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പണി ഇന്ന് ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ ഒന്ന് കഴുകിയിട്ട് മസാല ആക്കി വെക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ആട്ടോ ആക്കുന്നത്. നമ്മളവിടെയൊക്കെ ഈ ലഗോൺ ചിക്കൻ കിട്ടും, ചണ്ടിക്കോഴി എന്ന് പറയുക. അത് ഭയങ്കര ടേസ്റ്റാണ്. ഇറച്ചി ചെയ്യുമ്പോൾ കാര്യമായിട്ടൊന്നും തിന്നാണ്ടല്ലോ, കൂടുതലെല്ലാം ഉണ്ടാവും. പക്ഷെ എന്നാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ അപ്പുറത്ത് തന്നെ ബീഫും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നവരെ കൊണ്ടാണ് നമ്മൾ സവാള കട്ട് ചെയ്യിപ്പിക്കേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന പണിയൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനെ വെറുതെ ഒരാൾ അവിടെ നിൽക്കേണ്ടതിന് അപ്പോൾ സവാളൊക്കെ കട്ട് ചെയ്യിപ്പിച്ച്, പിന്നെ കട്ട് ചെയ്യാനുള്ള മൊത്തം ആളെ കൊണ്ടാണ് കട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അത് മാമൻ്റെ മോനാണ്. പിന്നെ നമ്മൾ വേഗം ചിക്കൻ മസാല ആക്കിയത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച്, പിന്നെ ഇത് ബീഫ് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് പണ്ടത്തെ വെക്കണൊക്കെ പോലെ നമ്മളിങ്ങനെ കുഴച്ച് വെക്കണം, ഒരുമിച്ച് കുഴച്ച് വെക്കുകയാണ്. അല്ലാതെ ഇങ്ങനെ നമ്മൾ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ചിടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം ഇടും, മഞ്ഞൾപ്പൊടി, ഉലുവ, പെരിഞ്ചീരകം, കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒഴിക്കണമെന്നില്ല, എന്നിട്ട് കുക്കറിലാണ് വേവിക്കുന്നത്. നമ്മൾ സാധാരണ ഇതിങ്ങനെ വെക്കുമ്പോൾ അടുപ്പത്ത് ചട്ടിയിലൊക്കെയാണ് വെക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് തിരക്കാണ്, അതുകൊണ്ട് തന്നെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഒരു തിരക്ക് ഫ്രൈ ആക്കി കോരിയുണ്ട്. ഇത് നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ഭയങ്കര രസമാണ്, പാലൊക്കെ ഇട്ടിട്ട് അടിച്ചാൽ. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിൽ കുഴിച്ചിട്ട് ഈ കുക്കർ നമുക്ക് ഇനി വീണ്ടും ആവശ്യമുണ്ട്. സത്യം പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുക കുക്കറാവും. കാരണം ആ കുക്കറിനാണ് ഈ തിരക്കിട്ട സമയത്ത് നമ്മൾ ഒന്നും കൂടെ തിരക്ക് പിടിപ്പിക്കുക. ഇനി ഇത് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് ഉരുളക്കിഴങ്ങും പിന്നെ ചിക്കനും മഞ്ഞൾപ്പൊടി ഉപ്പും ഗരം മസാലയും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അത് വേവുമ്പോഴേക്ക് അതിലേക്കുള്ള കട്ട്ലറ്റിനുള്ള മസാല റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ സവാളൊക്കെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാത്രമേ ഇടണുള്ളൂ. പച്ചമുളക് ഇങ്ങനെ കുട്ടികൾ കടിക്കൂ വിചാരിച്ചിട്ട് പച്ചമുളക് ഇടണില്ല. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്ക് നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ചിക്കൻ അപ്പോൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ചിക്കനൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, പിന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് ഉടച്ച്, പിന്നെ മല്ലിയിലും ചേർത്ത് ഇളക്കിയപ്പോൾ നമ്മളെ കട്ട്ലേറ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് അതാണ് ചെയ്ത് വെച്ചത്. പിന്നെ പത്തിരിക്ക് പൊടി കുഴക്കുകയാണ്. അപ്പോൾ പത്തിരിക്ക് പൊടി കുഴക്കുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ചെയ്യുക? വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, ഇവിടെ ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ പത്തിരി പൊടി ഇന്നലെ ചൂടോടെ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കണം, അതല്ലെങ്കിൽ അവിടെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതിങ്ങനെ ഒരു തലക്ക് പരത്തലും ഒക്കെ പരത്തി കുറച്ചൊക്കെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ ചൂടാൻ നിൽക്കുന്നത്. ഇത് പിന്നെ നമുക്ക് വേറൊരു സ്നാക്സും കൂടെ റെഡിയാക്കാണ്ട്, അത് റോളാണ്. നമ്മളെ ചിക്കൻ റോളല്ല, എന്താണ് സ്പ്രിങ് റോളാണ്. അപ്പോൾ അതിന് ആദ്യം സവാള നന്നായിട്ട് വഴറ്റണം. പിന്നെ അതിന് ശേഷം നമുക്ക് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കോ അതൊക്കെ ഒന്നിങ്ങനെ സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് അതൊന്ന് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അരച്ചല്ല അങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് പിന്നെ ഗരം മസാല കുരുമുളക് പൊടി മാത്രമാണ് അതിലേക്ക് ഇടുന്ന മസാലയായിട്ട്. ഇത് പിന്നെ നമുക്ക് കസ്റ്റാർഡ് സാലഡ് ഉണ്ടാക്കണം. അപ്പം അതിന് കസ്റ്റാർഡും പാലും കൂടെ ഒന്ന് തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചൂടാറേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ചെയ്ത് വെക്കുക. പിന്നെ ഇതിന് വേണ്ട ഫ്രൂട്ട്സൊക്കെ അപ്പുറത്ത് കട്ട് ചെയ്യണുണ്ടായിരുന്നു ആ ടൈമിൽ. അങ്ങനെ പത്തിരി പരത്തുന്ന ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്നുണ്ട്. പിന്നെ ഇത് ബിരിയാണിക്കാണ്. അപ്പോൾ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് സവാള വഴറ്റിയത്. അപ്പോൾ സവാള നന്നായിട്ട് വഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അത് മൂപ്പിച്ചതിന് ശേഷമാണ്
പിന്നെ പച്ചമുളകും തക്കാളിയും കൂടെ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടാണ് കേട്ടോ ചേർത്തത്. ഇല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ ഉടയാണ്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ബിരിയാണിക്കൊക്കെ നമുക്കിങ്ങനെ മസാല ഇങ്ങനെ കുറേ ഒന്നും ഇങ്ങനെ ബിരിയാണി തിന്നുമ്പോൾ കുറേ വേസ്റ്റ് ഒന്നും ഇങ്ങനെ പെറുക്കി കൂട്ടിയിടാറുണ്ടാവില്ല ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് ഇവിടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇത് ഏകദേശം രാവിലെ 11:30 തുടങ്ങിയ പണിയായിരുന്നു. ഒരു 4 മണി 4:30 നമുക്ക് ഏകദേശം ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബീഫ് കറി റെഡിയാക്കി. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ബീഫ് കറിയിലേക്ക് വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിക്കുകയാണ് ചെയ്ത്. പിന്നെ സ്പ്രിങ് റോൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഷീറ്റ് വെച്ചിട്ടാണ്. നമ്മൾ സമൂസ ഷീറ്റ് പോലത്തെ ഷീറ്റ് വാങ്ങിയതാണ്. പക്ഷേ ഇത് ഭയങ്കര സൈസായിരുന്നു. 8x8 അങ്ങനെ എന്തോ സൈസാണ്. പക്ഷേ നമ്മളവിടെ അതിൻ്റെ ചെറുതൊക്കെ കണ്ടിരിക്കണ്. അപ്പോൾ ഇത് അത്യാവശ്യം റോളാക്കി വലുത് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതിങ്ങനെ ആക്കുമ്പോൾ ഉണ്ടാക്കി വെക്കുമ്പോൾ പറയേണ്ടത് ഒരെണ്ണം മതി ഒരാൾക്ക് എന്ന്. പക്ഷെ നമ്മളിവിടെ ഒരു പാക്ക് ഫുള്ള് കൊടുത്ത് പിന്നെ ഒരു പാക്കിൽ പകുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചെന്ന് വെച്ചാൽ ഒരു 10-15 ആൾക്കാരുടെ അടുത്ത് നമ്മളുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതവിടെ ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ കട്ട്ലേറ്റിൻ്റെ ഒരാളിങ്ങനെ എന്താണ് ഇത് കയ്യിൽ പരത്തിയിട്ട് മുട്ടയിൽ ഒരാൾ മുക്കി വെക്കുന്നുണ്ട്. അപ്പുറത്തെ ഒരാൾ മാമൻ്റെ മോള് കുട്ടിയാണ് അപ്പുറത്ത് റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തിട്ട് അതെല്ലാതും സെറ്റാക്കി വെച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മളിപ്പോൾ ഈ സ്പ്രിങ് റോള് ഫ്രൈ ആക്കിയ പാനിൽ തന്നെ നമ്മൾ കട്ട്ലേറ്റ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ മസാല കൂടെ റെഡി ആയിരുന്നു. ലാസ്റ്റ് മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും നമ്മൾ ബിരിയാണി ചേർക്കില്ല. ഓൺലി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് മാത്രം. എരിവിന് പച്ചമുളക് കുരുമുളക് പൊടിയും. പിന്നെ വെള്ളം ഇങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് കലക്കി വെച്ചിട്ടുള്ളൂ. ലാസ്റ്റാണ് ഇനി അതിൽ ഐസും കുറച്ചുകൂടെ വെള്ളമൊക്കെ മിക്സാക്കി നമ്മൾ നോമ്പുതുറയുടെ ആ സമയത്ത്. പിന്നെ ഇതിന് തരിക്കഞ്ഞി എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല. കാരണം ഇങ്ങനെ ഈ കട്ടിയില്ല എനിക്കിഷ്ടമില്ല. കുറച്ചിങ്ങനെ പാലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടില്ല അങ്ങനത്തെ എനിക്ക് ഇഷ്ടമാണ്. ഏകദേശം ഒരു 4-4:30 ആയപ്പോൾ നമ്മളെ എല്ലാ പണികളും ഇവിടെ ഒതുങ്ങി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും മേലെഴുകാനും നിസ്കരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയിട്ട് പോയിട്ട് പിന്നെ ഇത് ബാങ്ക് കൊടുക്കണ അരമണിക്കൂർ മുമ്പാണ് നമ്മൾ ബാക്കി എല്ലാതും സെറ്റാക്കാൻ വരുന്നത്. ഒരു 6 മണി 6:05 ആ ടൈം ആയപ്പോൾ നമ്മൾ എല്ലാതും ടേബിളിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കൊണ്ട് വെക്കുന്ന സമയത്ത് തന്നെ കറണ്ട് പോയി. അപ്പോൾ വെള്ളം കലക്കിയത്, ക്യാരറ്റ് ജ്യൂസ്, പിന്നെ തരിക്കഞ്ഞില്ലേ അത്, പിന്നെ കസ്റ്റാർഡ് സാലഡ്, പിന്നെ ഈ 2 തരം സ്നാക്സും കുറച്ച് ഫ്രൂട്ട്സും. അത് നമ്മൾ മുസമ്പി കട്ട് ചെയ്തതിൽ കുറച്ച് ഉപ്പിടും. അപ്പം നല്ല ടേസ്റ്റ്. അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടാ. അപ്പോൾ 2 ടേബിളായിട്ട് ഒരു ചെറുതും ഒരു വലുതും കൂടെ സെറ്റാക്കി വെച്ചിരിക്കണ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പ് തുറന്ന് എല്ലാവരും പള്ളിയിലൊക്കെ പോയി. പിന്നെ തറാവീനൊക്കെ ശേഷമാണ് നമ്മൾ ചോറെടുക്കുക. അപ്പോൾ ബിരിയാണി ഇതാ ദമ്മൊക്കെ പൊട്ടിക്കുമ്പോൾ ഞാൻ അതിങ്ങനെ മിക്സ് ആക്കുമ്പോഴാണ് ഞാൻ വന്നേ എടുക്കൽ വീഡിയോ എടുക്കണം നിൽക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ഓടിച്ചത്. അപ്പം നല്ല ഇങ്ങനെ ബിരിയാണി ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് കൂടുതൽ ഇനി റെസിപ്പി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബിരിയാണിയുടെ മാത്രം റെസിപ്പി. അപ്പോൾ അത് കണ്ടു നോക്കുക. പിന്നെ എന്താണ് ഇതിൻ്റെ കൂടെ പിന്നെ പത്തിരിയും ബീഫ് കറിയും ഉണ്ട്. അത് ഇനി ബിരിയാണി കഴിക്കാത്തവർക്കുള്ളതാണ് പത്തിരിയും ബീഫ് കറിയും. ബിരിയാണി കഴിക്കുന്നവർക്കും വേണമെങ്കിൽ കുറച്ചൊക്കെ എടുത്ത് വെക്കാം. പിന്നെ സാലഡ്, നല്ലൊരു പച്ചമുളകിൻ്റെ മധുരമുള്ളൊരു അച്ചാറുണ്ട്, മാങ്ങ അച്ചാർ. ഇത്രയായിരുന്നു നമ്മളെ വിഭവങ്ങൾ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മളെ ആ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമുക്കും നല്ല ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെ കമൻറ്റ് നമുക്ക് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളെന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ ഇഫ്താർ സ്നാക്സ് ആയിട്ട് ഇപ്പോൾ കുറേ സ്നാക്സിൻ്റെ ഒരു 5-6 വീഡിയോസൊക്കെ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.